കുഞ്ഞീസ് കിച്ചണിൽ ബീഫ് കൊണ്ടുള്ള സമൂസ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ ഒരു പാത്രം അടുപ്പിൽ വെക്കുക, കുറച്ച് ഓയിൽ വെച്ചെടുക്കുക, അര സ്പൂണ് പെരുംജീരകവും അര സ്പൂണ് ജീരകവും ഇട്ട് നല്ലോണം മൂത്തതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില കുറച്ച് കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം 1 കിലോ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറുതായി കട്ട് ചെയ്തത്, ഒരു 6 പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി കട്ട് ചെയ്തത് ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി മിക്സ് ചെയ്യുക. ശേഷം കുറച്ച് ചിക്കൻ മസാല മേലെ വിതറി കൊടുക്കുക. എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ ബീഫ് എടുത്ത് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിൽ ബീഫ് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലോണം വേവിച്ചെടുക്കണേ. ബീഫ് വെന്തതിന് ശേഷം 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് മിക്സ് ചെയ്ത് ഒരു ഫ്രൈ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഞാനില്ലേ 1 കിലോ ബീഫാണ് കൊട്ടില്ലാത്തതാണ് വാങ്ങിയിട്ടുള്ളത്. അതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ സമൂസ ഉണ്ടാക്കാം. ബീഫ് ഫ്രൈ ചെയ്തതിന് ശേഷം ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണേ. നല്ലോണം അരഞ്ഞു പോറേ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സമൂസക്ക് ബീഫ് കുറച്ച് കടിക്കാൻ കിട്ടുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുക. സമൂസക്ക് ഷീറ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മൈദ എടുത്ത് അതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് 2 സ്പൂണ് ഓയിൽ ഒഴിച്ച് അതൊന്ന് കുഴച്ച് ഡോ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ മസാലക്കുള്ള ബീഫും ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പിൻ്റെ കുറവ് വന്നിട്ടുണ്ട്. അങ്ങനെ ഉപ്പ് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് മസാലപ്പൊടിൻ്റെ ആവശ്യമുണ്ട്. മസാലപ്പൊടി ഞാൻ വീട്ടിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കൽ. അത് 1 സ്പൂണ് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം യോജിപ്പിച്ചെടുക്കുക. ഇങ്ങനെ ബീഫ് ഫ്രൈ ചെയ്തിട്ട് ഈ ഉള്ളി മസാല ചേർക്കുന്നത് ഫ്രോസൺ ചെയ്യുന്ന സമൂസ ആയതുകൊണ്ടാണ്. അങ്ങനെയാകുമ്പോൾ എത്ര നാൾ വെച്ചാലും കേടാകാതെ നമുക്ക് സമൂസ ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ട് ഫ്രൈ ചെയ്താൽ മതി. അങ്ങനെ ഫൈനലി നമ്മളെ മസാലേൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കുഴച്ച് വെച്ച മൈദയിൽ നിന്ന് ഒരു പൂരിൻ്റെ വലുപ്പത്തിൽ മാവെടുത്ത് പരത്തി കുറച്ച് നേർങ്ങയിൽ പരത്തണേ. 4 പീസായി കട്ട് ചെയ്തതാണ് ഈ കാണിക്കുന്നത്. അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് കയ്യിൽ വെക്കുക. മസാല ആവശ്യത്തിന് മസാല എടുത്ത് ഇങ്ങനെ ഫില്ല് ചെയ്യുക. മൈദ കുഴക്കുമ്പോൾ 2 സ്പൂണ് എണ്ണ ചേർത്തിയാൽ സമൂസ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഫ്രൈ ചെയ്യുമ്പോൾ. ഇതിൻ്റെ കൂടെ മക്കൾക്ക് കായടിയും കല്ലുമ്മക്കായി നിറച്ചതും എല്ലാം ഫ്രോസൺ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. കല്ലുമ്മക്കായി നിറച്ച് ആവിയിൽ വേവിച്ചതിന് ശേഷം അതിൻ്റെ തോടൊക്കെ കളഞ്ഞിട്ടാണ് പാക്കാക്കുന്നത്. അതും കല്ലുമ്മക്കായി നല്ലോണം തണുത്തെന്ന് ഉറപ്പ് വന്നതിന് ശേഷം പാക്കാക്കുക. അല്ലെങ്കിൽ കല്ലുമ്മക്കായിൻ്റെ ടേസ്റ്റേ മാറിപ്പോവേ ചൂടോടെ പാക്കാക്കിയാൽ.
കൂടെ തന്നെ ഇതാ കായ് ഉണ്ട്, ബീഫും ഉണ്ട്. ബീഫ് കൊട്ടില്ലാത്ത ബീഫ് വാങ്ങി കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് ആവശ്യത്തിന് ഉപ്പും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചിട്ടാണ് പേക്കാക്കിയിട്ടുള്ളത്. ബീഫിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മളെ സ്വാദിഷ്ടമായ കല്ലുമ്മക്കായ് നിറച്ചതും കായയടിയും ബീഫ് പേക്കാക്കിയതും കൂടെ തന്നെ ഫ്രോസൺ ചെയ്ത സമൂസയും റെഡിയായിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരത്തെ ചായക്ക് വീട്ടിലുള്ളവർക്ക് എടുത്ത് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ എത്ര നല്ല എളുപ്പമാണ്. ബേക്കറി പോയി പലഹാരങ്ങൾ വാങ്ങുന്നതിലും എത്രയോ നല്ലതല്ലേ ഇങ്ങനെ ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാനൊരു ജോലിയായിട്ട് കാണാറേ ഇല്ല. ഇത് എനിക്കൊരു തെറാപ്പി പോലെയാണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.